ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അർജുന്റെ മുഖത്ത് വെള്ളമെല്ലാം ആക്കിക്കൊണ്ട് ശ്രീതു ഓടുന്നു. അങ്ങനെ ശ്രീതുവിന്റെ മുഖത്ത് തിരിച്ചും വെള്ളമാക്കാനായിട്ട് അർജുൻ ആ ബിഗ് ബോസ് വീട് മൊത്തം കിടന്ന് ഓടുന്നത് കാണാം. ഒടുവിൽ അർജുൻ അടുത്തേക്കെല്ലാം വരുമ്പോൾ പില്ലോ എല്ലാം വെച്ച് ശ്രീതു അവിടെ എറിഞ്ഞ് വീഴ്ത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ അവിടെ കണ്ട ഒരു ബോട്ടിലിൽ നിന്നും കുറച്ച് വെള്ളമെല്ലാം എടുത്തുകൊണ്ട് ശ്രീതുവിന്റെ മുഖത്താക്കുന്നു. അപ്പോഴേക്ക് ശ്രീതുയുടെ മുഖമെല്ലാം പൊത്തിയിരുന്നത് കൊണ്ട് തന്നെ വെള്ളം ശരിക്കാക്കാൻ പറ്റിയില്ല. അങ്ങനെ കിച്ചൺ ടീം അതെല്ലാം കണ്ട് അർജുനെ വിളിച്ചിട്ട് പറയുന്നു ആ കാര്യമെല്ലാം നോക്കാനായിട്ട്. എന്നാൽ കിച്ചണിലാണെങ്കിലും അർജുൻ അവിടെ ശ്രീതുവിനെ നോക്കിയിട്ട് പറയുന്നു, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, എന്തായാലും നിന്റെ മുഖത്ത് ഞാൻ വെള്ളം ഒഴിക്കും. ഒടുവിൽ ശ്രീതു കിച്ചണിലെല്ലാം വരുമ്പോൾ അർജുൻ അവിടെ വെള്ളം എടുക്കുന്നു. അത് കണ്ടൊരു തമാശ പോലെ ഗബ്രിയപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരു തുള്ളി വെള്ളമെങ്കിലും എന്റെ ദേഹത്ത് വീണാൽ ഞാൻ തിരിച്ചു മൊയ്ക്കും. അപ്പോൾ അപ്സര പറയുന്നു, കിച്ചൺ ടീമിൽ ഇല്ലാത്തവർക്ക് എന്താ ഇവിടെ കാര്യം, ഞാൻ കുറച്ച് വെള്ളമെല്ലാം എടുത്തിട്ട് പോയിക്കോളാം എന്നിങ്ങനെ ശ്രീതു പറയുന്നു. അർജുന്റെയും ശ്രീതുവിന്റെയും വളരെ രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ് ലൈവിൽ ഇപ്പോൾ കടന്നു പോയത്. അർജുന് ശ്രീതുവിന്റെ അടുത്തൊരു ഇഷ്ടമെല്ലാം ഉണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ട് ശ്രീതുവിന്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. എന്നാൽ ശ്രീതുവിനാണെങ്കിലും അർജുന്റെ അടുത്ത് ചെറിയൊരു ക്രഷ് എല്ലാം ഉണ്ട്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് കരക്കാട്ടം എന്ന ടാസ്കിൽ ജാസ്മിന്റെ പെർഫോമൻസിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്ന ജിൻഡോ, സായി, നോറ, അതുപോലെ തന്നെ അഭിഷേക് ഇവരെല്ലാമാണ്. അവള് ഫൗള് കളിച്ചതും പോലെ എന്നിട്ട് എന്റെ അടുത്ത് വന്ന് ന്യായീകരിക്കുന്നു. അവൾക്ക് ഞാൻ ഇതിനുള്ള പണിയെല്ലാം കൊടുക്കുന്നിങ്ങനെ ജിൻഡോടെ പറയുന്നു. എന്തായാലും ജിൻഡോയുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് ഫുള്ള് ജാസ്മിനും ഗബ്രിയുമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരത്തിലെല്ലാം പണി കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിച്ചണിലെ ഗാനമേള. ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കിച്ചൺ ടീം എല്ലാം അടവച്ചത്തിൽ പാട്ടെല്ലാം പാടുന്നത് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.